നവകേരള യാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ താൽക്കാലിക റെഡ് സോണുകളായി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി. വേദി, പരിസര പ്രദേശം, നവകേരള ബസ് കടന്നുപോകുന്ന വഴികൾ എന്നിവിടങ്ങളിൽ ഡ്രോൺ പാടില്ല. വർക്കല മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിയിലാണ് നിയന്ത്രണം. വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഈ നിർദ്ദേശത്തിൽ ഉള്ളത്? യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലാണ് താൽക്കാലിക റെഡ് സോണുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ്, റൂറൽ പോലീസിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലാണ് ഇങ്ങനെ റെഡ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വർക്കല, ആറ്റിങ്ങൽ, മംഗലപുരം, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, നെയ്യാറ്റിന്റെ പാറശാല തുടങ്ങിയ പ്രദേശങ്ങൾ, ആരനാട്, കാട്ടാക്കട തുടങ്ങി മേഖലകളിലൂടെ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളും ഇതിന്റെ പ്രധാന വേദിയും അതോടൊപ്പം തന്നെ വേദിക്ക് പരിസരവും ഈ മേഖലകളെല്ലാം തന്നെ റെഡ് സോണിൽ ഉൾപ്പെടുത്തി അവിടെ ഡ്രോണുകൾ പറത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സുരക്ഷാ കാര്യം മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന കൊല്ലത്തെയും യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരസ്പരം പോരടിക്കുന്ന സാഹചര്യം. തൊട്ടു പിന്നാലെ തന്നെ രാത്രിയോടുകൂടി കടപ്പാക്കടയിൽ യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറ്റുമുട്ടി. യാത്ര അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും വിവിധ പാർട്ടികളുടെ 3 പ്രധാനപ്പെട്ട മുന്നണികളുടെയും പ്രവർത്തകർ നട റോഡിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ്. ഈ ഒരു ഡ്രോണുകൾ പറത്തുന്നത് സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടവരുത്തും. സ്വകാര്യ വ്യക്തികൾ ഡ്രോൺ പറത്തുന്നത് സംഘടനകളുടെ ഒക്കെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പറത്തുന്നതും അതിന്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നതും സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന പോലീസിന്റെ വിലയിരുത്തൽ കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ഇത് നിയമലംഘനം നടത്തിയ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർക്കല, ആറ്റിങ്ങൽ, മംഗലപുരം, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, ആരനാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല സ്റ്റേഷൻ പരിധികളിൽ വരുന്ന റോഡുകളിലും നവകേരള യാത്രയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡുകളിലും വേദിയിലും വേദിക്കരികിലെ സ്ഥലങ്ങൾ 100 മീറ്റർ പ്രദേശം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഡ്രോൺ പറത്തലിൽ മാത്രമല്ലേ നിയന്ത്രണമുള്ളൂ? മറ്റു നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? മറ്റ് നിയന്ത്രണങ്ങൾ, വാഹന നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയതിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ട്. അതിന് പുറമെയാണ് ഇതുവരെ ഉണ്ടാകാതിരുന്ന പുതിയൊരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്. റെഡ് സോണായി കൂടി പ്രഖ്യാപിക്കുകയാണ്. ആ മേഖലകളെ അതീവ സുരക്ഷാ മേഖലകളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ജില്ലാ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ഡ്രോൺ പറത്താൻ പാടില്ല. ഈ വേദിയും പരിസരവും വാഹനവ്യൂഹം കടന്നുപോകുന്ന മേഖലയും ഇതിനോട് ചേർന്ന 100 മീറ്റർ പരിധിക്കുള്ളിൽ ഡ്രോണുകൾ പറത്താൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിലൂടെ പുറത്തിറങ്ങിയിരിക്കുന്നത്. ധന്യ. നവകേരള സദസ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. കൊല്ലത്തെ പര്യടനം പൂർത്തിയാക്കി വൈകിട്ട് വർക്കലയിലാണ് ജില്ലയിലെ ആദ്യ പൊതുയോഗം. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരും തലസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ശനിയാഴ്ച വൈകിട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നവകേരള സദസ്സിന്റെ സമാപനം.